ശബരിമലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തേടി ഹൈക്കോടതി. സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ സുപ്രധാന ചുമതലകൾ വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് തേടിയത്. ചുമതല നിർവഹിക്കാൻ പുതിയ ഓഫീസർമാർ അനുയോജ്യരാണോ എന്ന് അറിയിക്കണമെന്നും ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. മുജ്തബ, കോടതിയുടെ നിർദ്ദേശം എന്താണ്? വിവരങ്ങൾ എങ്ങനെ? ഈ കഴിഞ്ഞ 20 വർഷമായി ശബരിമല സന്നിധാനത്തെ പ്രധാനപ്പെട്ട ചുമതലയിലിരുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി പകരം APSI ആയിട്ടുള്ള R കൃഷ്ണകുമാർ ആണ് ഇപ്പോൾ നിയമിതനായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സർവീസ് കാലയളവിലെ പെർഫോമൻസ്, സ്വഭാവം, ഏതെങ്കിലും മുൻകാലങ്ങളിലുള്ള അച്ചടക്ക നടപടി തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ സമഗ്രമായി തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഈ തുടർച്ചയായി വർഷങ്ങളോളം 2 പതിറ്റാണ്ടാണ് ഇതിനു മുമ്പെയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ സേവനം അനുഷ്ഠിച്ചത്. അങ്ങനെ തുടർച്ചയായി ഒരേ പോസ്റ്റിൽ കുറെ അധികം ആളുകൾ, ഒരേ ഉദ്യോഗസ്ഥൻ തന്നെ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സമയത്ത് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദീർഘകാലം തുടരാൻ അനുവദിക്കുന്നത് സുതാര്യത ഉൾപ്പെടെയുള്ളവ വലിയ പ്രശ്നമാണ്. മാത്രമല്ല, അതിന്റെ ആ പെർഫോമൻസിന്റെ കാര്യക്ഷമതയെ തന്നെ ബാധിക്കും എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ശബരിമല, സന്നിധാനം, പമ്പ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വളരെ കീ പോസ്റ്റിലുള്ള സുപ്രധാന പദവികളിലുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ അടുത്ത ഈ സിറ്റിംഗിന് മുമ്പ് തന്നെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അമൃത. ശരി മുജ്തബ.